ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ ഡെറ്റേഴ്സ് മെത്തേഡിന്റെ ജേണൽ എൻട്രീസും അതിന്റെ ലെഡ്ജറും ആയിരുന്നു. അപ്പൊ ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Ms. Mamata Traders of Kerala have a branch at Kannur. The following are the transactions for the year ended 31st March 2025. എന്നിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ബാലൻസസ് വന്നിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്, സാലറി, റെന്റ്, ക്യാഷ് ഒക്കെ ആയിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്, അത് സെയിൽസിന്റെ രീതിയിലും തന്നിട്ടുണ്ട്, ക്യാഷ് സെയിലും തന്നിട്ടുണ്ട്, പിന്നെ ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്നുള്ള കളക്ഷൻ, പിന്നെ ക്ലോസിംഗ് ബാലൻസസ്. ക്ലോസിംഗ് ബാലൻസ് സ്റ്റോക്കിന്റെ, ഡെറ്റേഴ്സിന്റെ, ക്യാഷിന്റെ തന്നിട്ടുണ്ട്. ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ജേണൽ എൻട്രി കൊടുക്കുകയാണ്. ബുക്സ് ഓഫ് HO ജേണൽ എൻട്രീസ് ഓരോന്ന്. ഫസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസിന്റെ ജേണൽ എൻട്രി കൊടുക്കണം. എന്താണ് ജേണൽ എൻട്രി? ജേണൽ എൻട്രി എന്തായിരിക്കും? ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുക, കണ്ണൂർ ബ്രാഞ്ച്, ടോട്ടൽ എമൗണ്ട്, എന്നിട്ട് ഓരോ അസറ്റുകളും നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. ജേണൽ എൻട്രി വളരെ സിമ്പിൾ ആണ്. അസറ്റ് ബ്രാഞ്ചിന് കിട്ടുകയാണ്, ആ രീതിയിൽ ബ്രാഞ്ച് എന്ത് ചെയ്യാണ്? ബ്രാഞ്ചിനെ കിട്ടുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ജേണൽ എൻട്രിയിലേക്ക് പോവാം. അതെന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതിന്റെ ജേണൽ എൻട്രി ആണ് ഈ കാണുന്നത്. ബ്രാഞ്ചിന് കിട്ടുകയാണ്, അതുകൊണ്ട് ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി, അത് ഇതിന്റെ നരേഷൻ ആണ്. നെക്സ്റ്റ് ജേണൽ എൻട്രി കണ്ണൂർ ബ്രാഞ്ച് ടു എന്താണ്? ബാങ്ക്. ഇതെന്താണ്? വേരിയസ് എക്സ്പെൻസസ് പേ ചെയ്തതാണ്. സാലറി, റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത എക്സ്പെൻസ് പേ ചെയ്തതിന്റെ ജേണൽ എൻട്രി ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻ വേണം, എന്നാലേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ജേണൽ എൻട്രിയിലേക്ക് പോവാണ്. ഇത് ബ്രാഞ്ച് എന്ത് ചെയ്തതാണ്? ക്യാഷ് കൊടുത്തതാണ്. ക്യാഷ് സെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ഡെറ്റേഴ്സിന്റെ അടുത്തു നിന്നും കൂടെ ഉള്ള എമൗണ്ട് മൊത്തം ടോട്ടൽ ചെയ്തിട്ട് കൊടുത്ത അതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രി ആണ്. അപ്പൊ ബ്രാഞ്ചിൽ നിന്നും എമൗണ്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ അത് ബ്രാഞ്ചിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് അതിന്റെ നരേഷൻ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്? ഇത് ക്ലോസിംഗ് എൻട്രി ആണ്. അസറ്റിന്റെ ക്ലോസിംഗ് എൻട്രിയാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത്. ക്ലോസിംഗ് എൻട്രി ഓപ്പണിംഗ് എൻട്രിയുടെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് എല്ലാം നമ്മൾ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ടു കണ്ണൂർ ബ്രാഞ്ച്. ജേണൽ എൻട്രി പഠിക്കാതെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. നമ്മളിത് റിവിഷൻ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമല്ല. എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാവുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം. ഓക്കെ, ഇനി കണ്ണൂർ ബ്രാഞ്ചിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രാഞ്ചില്, കണ്ണൂർ ബ്രാഞ്ചിന്റെ ഇതില് പ്രോഫിറ്റ് എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒന്നെങ്കിൽ നമ്മൾ എല്ലാ ജേണൽ എൻട്രീസ് ബ്രാഞ്ചിന്റെ ഏരിയ മാത്രം എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഏറ്റവും ബെസ്റ്റ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക. ലെഡ്ജർ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ലെഡ്ജറിന്റെ ബാലൻസ് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ആ എൻട്രിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ബാലൻസ് ബ്രോഡ് വേണ്ട എൻട്രീസ് എന്ത് ചെയ്തു? എല്ലാം കൊടുത്തു. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതും ബ്രാഞ്ചിന് എന്ത് ചെയ്യാണ്? കിട്ടുകയാണ്, അതുകൊണ്ട് ബ്രാഞ്ച് ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രാഞ്ചിന് ക്യാഷും അല്ലെങ്കിൽ എക്സ്പെൻസസും പേ ചെയ്തതാണ്, അതും ബ്രാഞ്ചിന് ബെനിഫിറ്റ് ആണ്, ബ്രാഞ്ചിന് കിട്ടുകയാണ്, അതുകൊണ്ട് ബ്രാഞ്ചിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രാഞ്ചിൽ നിന്നും പേയ്മെന്റ് പോയതാണ്, അതെന്താണ്? ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് റിസീവ്ഡ്, ഡെറ്റേഴ്സ് റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ക്യാരിഡ് ഓൺ, ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് ചെയ്തു, അതുപോലെ ബ്രാഞ്ച് ക്യാഷ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. 3,16,000 ഉണ്ട്. സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിൽ 3,16,000 ഉണ്ട്. അപ്പൊ ഈ ഡിഫറൻസ് 3,16,000 ബാക്കി എമൗണ്ടുകളെല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഡിഫറൻസ് ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്, ജനറൽ പേ ആൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ ജനറൽ പേ ആൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക? ഇനി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ എമൗണ്ട് കൂടെ വന്നു. ഇതാണ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. അത് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല.
നേരത്തെ എത്തുന്ന അതേപോലത്തെ ഡാറ്റകളൊക്കെ തന്നെയുള്ളത്. ഗുഡ്സ് സെൻഡ്, ക്യാഷ് സെയിൽ, റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട, ക്രെഡിറ്റ് സെയിൽ നമ്മൾ എടുക്കാതിരിക്കാൻ കാരണം ബ്രാഞ്ചിന് കിട്ടുമ്പോഴേ നമ്മൾ ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോഴേ ചെയ്യുള്ളൂ. അതെന്തേ ഉള്ളൂ, ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് പോയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. 2,10,60,000. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. എമൗണ്ട് പേ ചെയ്തതാണ്. അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ആൻസർ. ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ പേയ്മെന്റ് കൊടുത്തത്, പിന്നെ ക്യാഷ് സെയിലും അതുപോലെ തന്നെ ഡെറ്റേഴ്സിന്റെ ബാലൻസ് കൊടുത്തു. പിന്നെ ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചറിന് റിട്ടേൺ ആണ്. ബാലൻസ് എന്തൊക്കെയുണ്ടോ ക്ലോസിംഗ് ബാലൻസ് കൊടുത്തു. ലാസ്റ്റ് എമൗണ്ട് 3,45,200 നിന്നും ഇത്രയും എമൗണ്ടുകൾ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നതാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാം, ജനറൽ P&L ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ ചെയ്യാനുള്ള ഈ 2 ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.